ഫെസ്റ്റിവൽ മൈൽസ്റ്റോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2 ദിവസം കൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സംഭവം എന്ന് വെച്ചാൽ ജോലി തിരക്കുകൊണ്ടാണ്. ഞാനത് ലൈവിൽ വന്ന സമയത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ ജിമ്മിലേക്ക് ഇറങ്ങുകയാണ്. ഇന്ന് ലെഗ് വർക്കൗട്ടാണ് കേട്ടോ. 2-3 ദിവസമായിട്ട് വർക്കൗട്ട് സ്കിപ്പാവുകയാണ്. ലെഗ് വർക്കൗട്ട് എനിക്ക് സ്കിപ്പായിട്ട് പോവുകയാണെന്ന് പറഞ്ഞാൽ കുറച്ച് തിരക്കുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ടൈം വന്നിട്ട് 5:30 മണിയായി. ഞാനിപ്പോൾ ജിമ്മിലോട്ട് പോവുകയാണ്. ഇന്ന് ലെഗ് വർക്കൗട്ടാണ് കേട്ടോ. അടിച്ച് പൊട്ടിക്കണം. അങ്ങനെ ഞാൻ ജിമ്മിലെത്തി കേട്ടാ. അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. സംഭവം മുകളിൽ വീഡിയോ എടുക്കുന്നത് ഞാൻ ഒറിജിനൽ വോയിസ് ഇടാൻ പറ്റത്തില്ല. സംഭവം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട്, പാട്ടിടുന്നതുകൊണ്ട്. അതുകൊണ്ട് മ്യൂസിക് കയറ്റിയായിരിക്കും ഇടുക.
ഇന്നത്തെ ലെഗ് വർക്കൗട്ട് കഴിഞ്ഞു, അടിച്ച് പൊട്ടിച്ച് ഗൈസ്. ഇനി കുറച്ച് ദിവസം ഞൊണ്ടിയായിരിക്കും, നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കുറേ നാൾ കൂടിയാണ് ഇപ്പോൾ ലെഗ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എന്താവുമെന്ന് അറിഞ്ഞൂടാ, വർക്കൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഞാൻ ലെഗ് സ്കിപ്പ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഇനി ഞാൻ നേരെ വീട്ടിലോട്ട് പോട്ടെ. ചെറിയ മഴയുണ്ട്. ഞാൻ വർക്കിന് ഇറങ്ങുകയാണേ. സംഭവം എന്ന് വെച്ചാൽ അപ്പോഴും നല്ല മഴക്കോളുണ്ട് കേട്ടോ, ചെറുതായിട്ട് ചാർന്നുമുണ്ട്. പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് മഴ കുഴപ്പമില്ല, മഴയത്ത് നിൽക്കാം. അപ്പോൾ ഞാനിപ്പോൾ ജോലി സൈറ്റിലാണ്. എന്താണ് വർക്കെന്ന് അറിയത്തില്ല. നമ്മാട്ടി കുന്തലിയും കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ മാനമട്ടായിരിക്കും, എന്താണെന്നുള്ള അറിയത്തില്ല. കോൺട്രാക്ട് വന്നാലേ അറിയാൻ പറ്റൂ. ഞാൻ ഡ്രസ്സ് മാറട്ടെ. അപ്പം ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഇനി വർക്കിലോട്ട് കിടക്കാം. എന്താണെന്ന് കോൺട്രാക്ട് വരട്ടെ. അപ്പോൾ കോൺട്രാക്ട് വന്നിട്ട് എൻ്റെ ഇന്നത്തെ വർക്ക് എന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. സംഭവം ഇതൊരു ഗുരുമന്ദിരമാണേ. ഗുരുമന്ദിരത്തിൻ്റെ സൈഡിൽ ഇപ്പോൾ ഒരു ഹോള് പണിയുന്നുണ്ട് കല്യാണത്തിൻ്റെയും കാര്യത്തിനായിട്ടൊക്കെ. അപ്പോൾ ഈ കാണുന്ന ഇവിടെ ലെവലാക്കണം. പിന്നെ ഈ കാണുന്ന ചവറെല്ലാം മാറ്റി ഇവിടെയെല്ലാം ചെത്തിപ്പറിക്കണം. എല്ലാ പോച്ചകളും വൃത്തിയാക്കണം. അതുപോലെ തന്നെ ഗുരുമന്ദിരത്തിൻ്റെ ഫ്രണ്ടിൽ കണ്ട ആ പോച്ചകൾ മുഴുവൻ ചെത്തി വൃത്തിയാക്കണം. ഈ വലിയ കഴകളുണ്ടല്ലോ, ഇതെല്ലാം എടുത്ത് ഒതുക്കിയൊക്കെ വെക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ വർക്ക്. അപ്പോൾ എന്നെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാനായിട്ട് ഞാൻ ഇറങ്ങുവാണ്. ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇനി കാപ്പി കുടിക്കട്ടെ. കാപ്പി കുടിച്ചിട്ട് ബാക്കിയുള്ള പണിയെ. കാപ്പി കുടിക്കാൻ കയറിയ സമയത്ത് ചെറുതായിട്ട് മഴ ചാറ്റൽ കേട്ടാ. മഴ കുഴപ്പമില്ല, നമുക്ക് ഇരുമഴ പെയ്യായിരുന്നാൽ മതി. ഇതാണ്ട് റോഡിൽ നോക്കി അറിയാൻ പറ്റും, ചാറ്റൽ മഴയാണ്. അങ്ങനെ ഉച്ചയാവാറായി കേട്ടോ. സംഭവം 1 മണി ആകാറായി. ചെത്തി തീർന്നു കേട്ടോ. ചെത്തി പോച്ചയെല്ലാം, അതായത് ഗുരുമന്ദിരത്തിൻ്റെ 4 ചുറ്റുമുള്ള എല്ലാ ചവറുകളും വേസ്റ്റുകളും പോച്ചകളും എല്ലാം ചെത്തി തീർന്നു. ബാക്ക് സൈഡൊക്കെ നല്ല ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. ഈ സൈഡിൽ ചെറിയ ചെറിയ പോച്ചകളല്ലായിരുന്നു കേട്ടോ. ഫ്രണ്ടിലാണ് ഒരുപാടുണ്ടായിരുന്നത്, കൂടുതലും ഫ്രണ്ടിലായിരുന്നു. പൊരിഞ്ഞ പോരാട്ടമായിരുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്ക് 1 മണിയായി. നമുക്ക് ചോറ് കഴിക്കാനുള്ള സമയം എനിക്ക്. അപ്പോഴത്തേക്ക് ഞാൻ ആ ഭാഗം മുഴുവൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്, വാരിക്കളഞ്ഞ് നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട്. കാണിച്ചു തരാം. സെറ്റാക്കിയിട്ടിട്ടുണ്ട്, എല്ലാം ചെത്തി വാരിക്കളഞ്ഞ് ഉണ്ട്. കേട്ടോ. ഇനി അടുത്തത് ഇവിടെയാണേ. ഇവിടെയുണ്ട്, അതിൻ്റെ ഫ്രണ്ടുണ്ട്. ഇവിടുത്തെ കുറച്ച് സാധനങ്ങൾ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണേ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ്. ഞാൻ ഒറ്റയ്ക്കുള്ള സൈറ്റിൽ മിണ്ടാൻ സംസാരിക്കാനൊന്നും ആരുമില്ല. അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ്. ചോറ്, ഇടി പൊരിച്ചത്, ബീറ്റ്റൂട്ട് തോരൻ, മീൻകറി,
നല്ല വിശപ്പായിട്ടോ. ഞാൻ കഴിക്കാൻ പോവുകയാണേ, ഇനി കഴിച്ചിട്ട് കാണാം. അപ്പോൾ ലഞ്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത സെഷൻ വർക്കിലോട്ട് പോവുകയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ്. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡുണ്ട് കേട്ടോ, ഞാൻ നേരത്തെ കാണിച്ചല്ലോ വീഡിയോയിൽ. അപ്പോൾ അവിടെയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ആദ്യം ഇവിടെ ഒതുക്കട്ടെ, ഇതിൻ്റെ ഫ്രണ്ട് ഒതുക്കിയിട്ടാണ് ഫ്രണ്ട് ക്ലീൻ ചെയ്തിട്ട് ഇനി അങ്ങോട്ട് പോകാം. അങ്ങോട്ട് ഒരുപാട് കാടുണ്ട്, മുഴുവൻ തീരുമോ എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും ഒക്കെ നിലത്തോളം നമുക്ക് നോക്കാം. എന്നെക്കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും, നിങ്ങളെയും കാണിച്ചു തരാം. ഇനി ഞാൻ തന്നെ ഇതിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ കുറച്ച് പാറപ്പൊടി ഉണ്ട്, അതൊക്കെ ഒതുക്കണം. പിന്നെ ഈ പോച്ചയെല്ലാം സാധനങ്ങളൊക്കെ മാറ്റണത് ഈ സൈഡ് ലെവൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വർക്ക് മൊത്തം കഴിഞ്ഞായിരുന്നു. ഞാൻ എന്താണെന്നുള്ള കാണിച്ചു തരാം. ഇത് കഴിഞ്ഞിട്ട് എനിക്കിനി ഒരു കൊറിയർ എടുക്കാൻ പോകണം. അത് ഞാനൊരു അൺബോക്സിങ് വീഡിയോ, വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി കൊറിയർ എടുക്കണം. അത് ഞാൻ ചെയ്തത് എന്താണെന്ന് കാണിച്ചു തരാം. ഇന്നത്തെ വർക്ക് ഫുള്ള് കാണിച്ചു തരാം. അങ്ങനെ ഇന്നത്തെ എൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ആ ഗുരുമന്ദിരത്തിൻ്റെ ഫ്രണ്ട് ഭാഗം എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്, നല്ല കിടിലമാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ സൈഡ് ലെവൽ ചെയ്ത് കഴയെല്ലാം പറക്കി അടുക്കി മണ്ണൊതുക്കി ഈ വേസ്റ്റ് വാരി കളയാനുള്ളതാണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വേസ്റ്റ് വന്ന മണ്ണെല്ലാം വാരി മാറ്റിയിട്ടുണ്ട്. ഈ മണ്ണ് വലിച്ച് കൂട്ടാൻ പറ്റിയിട്ടില്ല, അത് ഇത്തിരി വേസ്റ്റും കാര്യങ്ങളും അതിൽ കൂടെ ഉണ്ട്. അത് നാളെ ചെയ്യാം. അതുപോലെ തന്നെ ഈ സൈഡെല്ലാം ഓക്കെയാണ്. അപ്പോൾ നീ കൊറിയർ എടുക്കാൻ പോകണം. ആദ്യം ശമ്പളം വാങ്ങണം, എന്നിട്ട് കൊറിയർ എടുത്തിട്ട് നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയേട്ടാ. സംഭവം ഞാൻ കൊറിയർ ഓഫീസിൽ പോയിട്ട് കുറേ നേരം ഇരുന്ന് പോസ്റ്റായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ കൊറിയർ കൊണ്ടുവരുന്ന ആള് വേറെ അവരുടെ ലൈനിലായിരുന്നു. അപ്പോൾ ഒരുപാട് കൊറിയർ അവർക്ക് കൊടുക്കണമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ടൈം 5:30 ആയിരുന്നു. പക്ഷേ അവരുടെ തിരക്കൊണ്ടാണ് പിന്നെ അവിടെ പോയി പോസ്റ്റ് അടിച്ചിരുന്ന് സാധനം കൊണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. ഇത് സോൾ സ്റ്റോറിൻ്റെ ഒരു ടീഷർട്ടാണ്. ഞാനത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അൺബോക്സ് ചെയ്യട്ടെ. ഇതിലേക്ക് പണി ഉണ്ടാക്കി വയ്ക്കാം. ഇത് മാർവലിൻ്റെ ഒക്കെ കുറച്ച് ആനിമേഷൻ സംഭവങ്ങളൊക്കെ ചെയ്ത ഒരു പേപ്പറിലാണ് അവർ കവർ ചെയ്തേക്കുന്നത്. ഓക്കെ, സ്പൈഡർമാൻ മൈ സ്പൈഡി സെൻസ് ആർ ടിംഗ്ലിംഗ്. സ്പൈഡർമാൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അതിൽ. അപ്പോൾ നമുക്ക് ടീഷർട്ട് നോക്കാം. വാവ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് റെഡ് അവഞ്ചേഴ്സിന്റെ ലോഗോ ഉള്ള ഒരു ടീഷർട്ടാണ് കേട്ടോ. സംഭവം ഞാനതൊന്ന് ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ മാറണേ. റെഡി, 1 2 3. അപ്പൊ ഇതാണ് സാധനം. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾ അഭിപ്രായം പറയൂ പ്ലീസ്. അപ്പൊ എനിക്കിത് സംഭവം ഒരുപാട് ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. എനിക്ക് മാർവൽ അവഞ്ചേഴ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സംഭവം ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സംഭവം ഇതേ മോഡലിൽ എനിക്ക് വേറൊരു ടീഷർട്ട് ഉണ്ടായിരുന്നു. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു കേട്ടോ. ഫുള്ള് വൈറ്റ് വന്നിട്ട് ഇതേപോലെ ബോർഡർ ബ്ലാക്ക് ആയിരുന്നു, വൈറ്റ് ആയിരുന്നു. അപ്പോൾ ആ ടീഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സംഭവം അതെനിക്ക് ഇട്ട് നശിച്ചു പോയി. സംഭവം ഞാനിപ്പോൾ ഇങ്ങനെ നോക്കി സോൾ സ്റ്റോറിൽ നോക്കിയപ്പോൾ അതേ മോഡലിൽ ഉണ്ടായിരുന്നതാണ് ഈ ടീഷർട്ട്. സംഭവം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇത് ലാർജ് സൈസാണ് കേട്ടോ. ഇത് എക്സൽ ഞാൻ എടുത്തില്ല, ലാർജ് ആകുമ്പോൾ എനിക്ക് കറക്റ്റ് ഫിറ്റായി കിടക്കും. ഇനി ആഹാരമൊക്കെ കഴിച്ച് വയറൊക്കെ വീത്തിരിക്കുമ്പോൾ മാത്രം ഡുമ്മന് നിൽക്കും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് കറക്റ്റ് സൈസാണ്. ഇപ്പം ഞാൻ ശകലം ഒന്ന് മെലിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഫിറ്റാണ് ഇത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം.
ഇനി വീഡിയോ എഡിറ്റ് ചെയ്യണം, ആഹാരം കഴിക്കണം, കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ വീഡിയോ കാണുന്നവർ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എന്താണ് നല്ലതായാലും ചീത്തയായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് നേരിട്ട് പറയുന്നുണ്ട്, അവരടുത്തും കൂടിയാണ്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അഭിപ്രായങ്ങൾ എന്തുമാട്ടെ, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. അപ്പം നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതെനിക്ക് തിരുത്തിയാൽ നല്ല രീതിക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് ഞാൻ നാളെ വരാം. അതുവരെ ബൈ. സംഭവം ഞാനൊന്ന് ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ മാറണേ. റെഡി, 1 2 3. Ready, 1 2 3.